നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂറോപ്പിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്കോട്ട്ലൻഡ് സന്ദർശനം ആരംഭിച്ചു. കാറ്റാടി യന്ത്രങ്ങളെ എതിർത്തും കുടിയേറ്റങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടും ട്രംപിന്റെ ശകാരം. യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ഓൺ ഡെർ ലെയനും യൂറോപ്യൻ ട്രേഡ് കമ്മീഷണർ മരോഷ് സെഫ്കോവിച്ചും യൂറോപ്പിനായുള്ള താരിഫ് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും. ഗാസയിലേക്ക് വ്യോമമാർഗം സഹായം നൽകുവാനും വൈദ്യസഹായം ആവശ്യപ്പെട്ടുള്ള കുട്ടികളെ ഒഴിപ്പിക്കുവാനുമുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനമായി പുറപ്പെട്ട ഹൻദല കപ്പൽ തടഞ്ഞ് ഇസ്രായേൽ സൈന്യം. മധ്യ ഫ്രാൻസിലെ ആംബർട്ട് പട്ടണത്തിൽ റേസിംഗ് കാർ റോഡിൽ നിന്നും തെന്നിമാറി അപകടത്തിൽ 3 കാണികൾ കൊല്ലപ്പെട്ടു. അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരാനൊരുങ്ങിയ വിമാനത്തിൽ നിന്നും തീയും പുകയും ഉയർന്നു. അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിങ് 737 വിമാനത്തിലാണ് ടേക്ക് ഓഫിന് മുമ്പ് ലാൻഡിംഗ് ഗിയറിൽ നിന്നും തീയും പുകയും ഉയർന്നത്. ഓസ്ട്രേലിയയിൽ വോട്ടർമാരുടെ സെൻസിറ്റീവ് വിവരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കൈവശം വയ്ക്കുന്നതിൽ കാര്യമായ അപകട സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി ഫെഡറൽ സർക്കാർ. ഗ്രീസിന്റെ പല ഭാഗത്തും അപ്രതീക്ഷിതമായി നാശം വിതച്ച് കാട്ടുതീ. മുൻ ബാഴ്സലോണ മേജർ സാവി ഹെർണാണ്ടസിന്റെയും പരിശീലകൻ പെപ് ഗാർഡിയോളയുടെയും പേരിൽ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് നൽകിയ അപേക്ഷകൾ വ്യാജമാണെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥിരീകരിച്ചു. വ്യോമയാന മേഖലയിൽ ചൈനയുമായി സഹകരണം മെച്ചപ്പെടുത്താൻ UAE ജനറൽ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഓഫ് സയ്യിദ് മുഹമ്മദ് അൽ സുബൈദയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സംഘം ചൈനയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്പിനെതിരെ കടുത്ത അരിശവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് സ്കോട്ട്ലൻഡ് സന്ദർശനം ആരംഭിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ നേതാക്കളെ കാറ്റാടി യന്ത്രങ്ങളെയും കുടിയേറ്റത്തെയും ചൊല്ലിയാണ് ട്രംപ് വിമർശിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ 2 വിഷയങ്ങളിലും ഒത്തുതീർപ്പ് നടത്തിയില്ലെങ്കിൽ യൂറോപ്പ് ഉണ്ടാകില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയ ട്രംപ് തന്റെ കുടുംബ ഉടമസ്ഥതയിലുള്ള ഡേൻബറി ഗോൾഫ് റിസോർട്ടിൽ രാത്രി ചെലവഴിച്ചു. യൂറോപ്പ് കാറ്റാടി യന്ത്രങ്ങൾ നിർത്തണമെന്നും അവ നിങ്ങളുടെ രാജ്യങ്ങളെ നശിപ്പിക്കുകയാണ് എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. സ്കോട്ട്ലൻഡിലേക്കുള്ള 4 ദിവസത്തെ കുടുംബ സന്ദർശനത്തിൽ ട്രംപ് യൂറോപ്യൻ നേതാക്കളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തും. ഇത് യൂറോപ്യൻ യൂണിയൻ, UK എന്നിവയുമായുള്ള പുതിയ വ്യാപാര കരാറുകളുടെ പ്രതീക്ഷ ഉയർത്തുന്നു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ ഓൺ ഡെർ ലെയനും യൂറോപ്യൻ ട്രേഡ് കമ്മീഷണർ മരോഷ് സെഫ്കോവിച്ചും യൂറോപ്പിനായുള്ള താരിഫ് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തും. കാറുകൾ ഉൾപ്പെടെയുള്ള കയറ്റുമതിക്ക് 15% താരിഫ് നിരക്കുകളെക്കുറിച്ചുള്ള ഒരു രൂപരേഖ കരാറിൽ ഉണ്ടാകുമെന്നും യൂറോപ്പ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ സ്റ്റീലിന് 50% താരിഫ് തുടരും. ഫാർമസ്യൂട്ടിക്കൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന തീരുമാനം വഴി കയറ്റുമതിക്ക് 15% നിരക്ക് നിശ്ചയിച്ചേക്കാം. ഓൺ ഡെർ ലെയനെ വളരെ ബഹുമാനിയായ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഞായറാഴ്ച നടന്ന യൂറോപ്യൻ യൂണിയൻ മേധാവിക്കുള്ള കൂടിക്കാഴ്ച നല്ലതായിരിക്കുമെന്നും ഒരു കരാറിന്റെ സാധ്യത 50% പറഞ്ഞു. ഗാസയിലേക്ക് വ്യോമമാർഗം സഹായം നൽകുവാനും വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടികളെ ഒഴിപ്പിക്കുവാനുമുള്ള പദ്ധതികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച രാവിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോടും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസിനോടും സംസാരിച്ച പ്രധാനമന്ത്രി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ജോർദാനുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള UKയുടെ ഉദ്ദേശങ്ങൾ വിശദീകരിച്ചു. മേഖലയിൽ ഒരു ദീർഘകാല പരിഹാരത്തിനും സുരക്ഷയ്ക്കും വഴിയൊരുക്കുന്നതിനുള്ള പദ്ധതിയിൽ അടുത്ത് പ്രവർത്തിക്കാൻ 3 നേതാക്കളും സമ്മതിച്ചു എന്നും ഡോണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി. അടിയന്തര വെടിനിർത്തലിന്റെ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇസ്രായേൽ സഹായത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങൾ നീക്കുകയും ഗാസയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണം അടിയന്തരമായി നൽകുകയും വേണമെന്നും ഫ്രഞ്ച്, ജർമ്മൻ, UK നേതാക്കൾ സംയുക്തമായി ആവശ്യപ്പെട്ടതായും വക്താവ് വ്യക്തമാക്കി. ഗസയിലെ ഉപരോധം അവസാനിപ്പിക്കാനുള്ള ആഹ്വാനമായി പുറപ്പെട്ട ഹൻദല കപ്പൽ തടഞ്ഞ ഇസ്രായേൽ സൈന്യം. ഗസ തീരത്ത് എത്തുന്നതിനു മുമ്പ് അന്താരാഷ്ട്ര ജല അതിർത്തിക്കകത്തു വെച്ചാണ് സൈന്യം കപ്പലിലേക്ക് ഇരച്ചു കയറിയത്. തുർക്കിയിലെ ഗല്ലിപ്പൊളിയിൽ നിന്നും പുറപ്പെട്ട കപ്പലിൽ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾ, കലാകാരന്മാർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. ഇന്നലെ രാത്രി മുതൽ കപ്പലുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെ ഇസ്രായേലിൽ ഡ്രോണുകൾ കപ്പലിനെ സമീപിച്ചതായും ഗസ ഉപരോധം ഭേദിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര കമ്മിറ്റി അറിയിച്ചിരുന്നു. കപ്പൽ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മുഴുവൻ പേരും അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നും കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. വിവിധ രാജ്യക്കാരായ 21 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രായേൽ ഉപരോധം അവസാനിപ്പിക്കുവാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഹൻദല ദൗത്യം. ശനിയാഴ്ച മധ്യ ഫ്രാൻസിലെ ആംബർട്ട പട്ടണത്തിൽ നടന്ന ഒരു ഓട്ടോ റാലിക്കിടെ 2 റേസിംഗ് കാർ റോഡിൽ നിന്നും തെന്നിമാറി 3 കാണികൾ കൊല്ലപ്പെട്ടു. ഡ്രൈവറെയും 51 വയസ്സുള്ള വനിതാ സഹ ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പുരുഷന്മാർ സംഭവസ്ഥലത്തു മരിച്ചു. 70ഉം 60ഉം വയസ്സുള്ള 2 സഹോദരന്മാർ, 44 വയസ്സുള്ള ഒരു പുരുഷനുമാണ് കൊല്ലപ്പെട്ടതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു.
അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരാനൊരുങ്ങിയ വിമാനത്തിൽ തീയും പുകയും ഉയർന്നു. കൊളറാഡോയിലെ ഡെൻവറിൽ നിന്നും മിയാമിയിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ അമേരിക്കൻ എയർലൈൻസിന്റെ ബോയിംഗ് 737 വിമാനത്തിലാണ് ടേക്ക് ഓഫിന് മുമ്പ് ലാൻഡിംഗ് ഗിയറിൽ തീയും പുകയും ഉയർന്നത്. 173 യാത്രക്കാരും 6 ജീവനക്കാരും വിമാനത്തിൽ കയറിയ ശേഷം പറന്നുയരാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് പുക ഉയരുന്നത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ യാത്രക്കാരോട് എമർജൻസി വാതിൽ വഴി പുറത്തു കടക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എമർജൻസി എക്സിറ്റ് വഴി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിമാനത്തിന്റെ മുൻഭാഗത്ത് ഇടതുവശത്തു നിന്നാണ് പുക ഉയർന്നത്. ലാൻഡിംഗ് ഗിയറിൽ തീ ഉയരുകയും ചെയ്തു. പ്രദേശമാകെ പുക വ്യാപിച്ചു. സംഭവത്തിനിടെ ഒരു യാത്രക്കാരന് പൊള്ളലേറ്റതായി വിമാനത്താവളത്തിലെ അധികൃതർ സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ രക്ഷാസംഘം എത്തി ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ വോട്ടർമാരുടെ സെൻസിറ്റീവ് വിവരങ്ങൾ കൈവശം വെക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കാര്യമായ അപകട സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി ഫെഡറൽ സർക്കാർ. 2 വർഷത്തിനു മുമ്പ് ക്ലൈവ് പാമറിന്റെ ട്രംപറ്റ് ഓഫ് പാട്രിയറ്റ്സും യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടിയും ഡേറ്റ ലംഘനം നടത്തിയതായും ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ഈ മാസം ആദ്യം ട്രംപറ്റ് ഓഫ് പാട്രിയറ്റ്സിനെതിരെ റാൻസംവെയർ ആക്രമണത്തോടെയാണ് സർക്കാരിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇതോടെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ഡാറ്റ ലംഘനത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ജനതയ്ക്ക് വിവരം ലഭിച്ചത്. യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടിയെ ഗുരുതരമായി ബാധിച്ച ഡാറ്റ ആക്രമണത്തിൽ ഹാക്ക് ചെയ്ത ഡാറ്റയിൽ വോട്ടർമാരുടെ ഇമെയിൽ വിലാസങ്ങൾ, ഫോൺ നമ്പറുകൾ, തിരിച്ചറിയൽ രേഖകൾ, ബാങ്കിംഗ് രേഖകൾ, തൊഴിൽ, ചരിത്രം, മറ്റ് രേഖകൾ എന്നിവ ഉൾപ്പെടാമെന്നും യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടി തുറന്നു പറയുകയായിരുന്നു. ഗ്രീസിന്റെ പല ഭാഗത്തും അപ്രതീക്ഷിതമായി കാട്ടുതീ നാശം വിതച്ചു. ഗ്രീസിലെ ഏറ്റവും വലിയ 2 ദ്വീപുകളായ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ക്രീറ്റിലും ഏതൻസിന് വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഏവിയയിലും ക്രീറ്റിന് വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള കൈതേര ദ്വീപിലും അഗ്നിശമന സേന മറ്റ് 3 പ്രധാന തീപിടുത്തങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നതായി റിപ്പോർട്ട്. കുറഞ്ഞത് 335 അഗ്നിശമന സേനാംഗങ്ങളും 19 വിമാനങ്ങളും 13 ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. പക്ഷേ പകൽ സമയത്ത് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് ഉടനീളം ആകെ 52 ഇടത്തു കാട്ടുതീ പടർന്നതായും വാത്ര കോയിനിസ് അഗ്നിശമന സേനാ വക്താവ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ഗ്രീസ് തലസ്ഥാനമായ ഏതൻസിന്റെ വടക്കൻ പ്രാന്തപ്രദേശത്ത് ശനിയാഴ്ച കാട്ടുതീ പടർന്നു പിടിച്ചതിനെ തുടർന്ന് നിരവധി വീടുകൾ കത്തിനശിച്ചു. ഇതോടെ പ്രദേശത്ത് താമസക്കാരെ ഒഴിപ്പിച്ചു. ഏതൻസിൽ നിന്നും വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ക്രയോണേരിൽ പട്ടണത്തിൽ താമസക്കാർക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശങ്ങൾ നൽകി. രക്ഷാപ്രവർത്തകർക്കായി യൂറോപ്യൻ യൂണിയന്റെ സിവിൽ പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിൽ നിന്നും 6 അഗ്നിശമന വിമാനങ്ങൾ ഗ്രീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ ബാഴ്സലോണ മാനേജറും സ്പെയിൻ മിഡ്ഫീൽഡറുമായ സാവി ഹെർണാണ്ടസിന്റെയും പരിശീലകൻ പെപ് ഗാർഡിയോളയുടെയും പേരിൽ ഇന്ത്യൻ പരിശീലന സ്ഥാനത്തേക്ക് നൽകിയ അപേക്ഷ വ്യാജമാണെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥിരീകരിച്ചു. സാവിയുടെ പേര് അപേക്ഷകരുടെ പട്ടികയിൽ ഉണ്ടെന്ന് ഇന്ത്യൻ FAയുടെ ദേശീയ ടീം ഡയറക്ടർ വ്യാഴാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. സ്പാനിഷ് പരിശീലകനായ പെപ് ഗാർഡിയോള, സാവി ഹെർണാണ്ടസ് എന്നിവരിൽ നിന്നും അപേക്ഷകൾ സമർപ്പിച്ചുകൊണ്ട് AIAFന് ഒരു ഇമെയിൽ ലഭിച്ചിരുന്നു. അവരുടെ അപേക്ഷകളുടെ ആധികാരിക സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും തുടർന്ന് ഇമെയിൽ അപേക്ഷകൾ യാഥാർത്ഥ്യമല്ലെന്ന് പുറത്തു വന്നിട്ടുണ്ടെന്നും AIFF വ്യക്തമാക്കി.